ജയദേവൻ മറുപടി നൽകാം. നോക്കൂ സ്മൃതിക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ആദ്യം തുടക്കത്തിലെ ചർച്ചയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇവരുടെ സംസ്ഥാന കമ്മിറ്റി ഇറക്കിയ വാർത്താക്കുറിപ്പിനകത്ത് ഈ കുറ്റകൃത്യം ചെയ്തിട്ടുള്ള ആളുകളെ തള്ളിപ്പറയാൻ വേണ്ടി പോലും തയ്യാറായിട്ടില്ല എന്നുള്ളത്. ഇപ്പോൾ സ്മൃതിക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. വലത് നിരീക്ഷകനായി എത്തിയ അദ്ദേഹം ആദ്യം തുടക്കത്തിൽ എന്തോ പറഞ്ഞു എന്ന് ചോദിച്ചാൽ ബാക്കിയെല്ലാം ന്യായീകരിക്കുകയാണ് ചെയ്തത്. ന്യായീകരിക്കുക മാത്രമല്ല, ഇത് കുറഞ്ഞുപോയി എന്നുള്ള അഭിപ്രായമാണ് തോന്നുന്നു അദ്ദേഹത്തിനുള്ളത്. ഇവിടെ നോക്കൂ, നമ്മുടെ ജാതിക്കും മതത്തിനും അതീതമായി മാനവികതയുടെ അടയാളം പേറുന്ന നമ്മുടെ സമൂഹത്തെ ഭിന്നിപ്പിക്കാനുള്ളൊരു ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. ആ ശ്രമത്തെ ഏത് വിധേനയും ചെറുത്തു തോൽപ്പിക്കുക എന്നുള്ള വലിയ രാഷ്ട്രീയ ലക്ഷ്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇവിടെ എല്ലാ വിധത്തിൽപ്പെട്ട ആളുകളും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഇറങ്ങി വരേണ്ട ഒരു സമയം കൂടിയാണിത്. ഇവിടെ നോക്കൂ, അപ്പോഴാണ് അതിനെ എത്ര ഭംഗിയാണ് അദ്ദേഹം അതിനെ ന്യായീകരിക്കുന്നത്. നോക്കൂ, ഇവിടെ ഇത്തരത്തിലുള്ളൊരു തെറ്റ് ചെയ്ത ആളുകളെ ഒരു കാരണവശാലും ഞങ്ങൾ വെച്ച് പൊറുപ്പിക്കില്ല എന്ന് പറയേണ്ടിയിടത്തു നിന്ന് മാറി അദ്ദേഹം ന്യായീകരിച്ചു കൊണ്ടുപോവുകയാണ്. എന്നിട്ട് പറയുന്നത് ഇത് ഞങ്ങളെങ്ങനെയാണ് ഉത്തരവാദിയാകാൻ വേണ്ടി കഴിയുക എന്നുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, ഏതെങ്കിലും ഒരു DYFI പ്രവർത്തകൻ്റെ 50 വീടിനപ്പുറത്തുള്ള ഏതെങ്കിലും ഒരാൾ ഒരു ചെറിയൊരു കേസിനകത്ത് പ്രതിപ്പെട്ടാൽ പോലും DYFI കുറ്റകൃത്യം ചെയ്തു എന്ന തരത്തിൽ നിങ്ങൾ അതിനെ വലിയ രൂപത്തിൽ ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ നിങ്ങളുടെ ഒരു ജില്ലാ നേതൃത്വ ഭാരവാഹികളായി പ്രവർത്തിക്കുന്ന ആളുകളാണ് ഒരു ഗവൺമെൻറ് സ്കൂളിനകത്ത് കയറി ആഘോഷത്തെ തടസ്സപ്പെടുത്തുകയാണ്. എന്നിട്ട് അദ്ദേഹം ഗണപതി ഹോമത്തെയും ക്രിസ്മസിനെയും ഒരുമിച്ച് കൂട്ടിക്കെട്ടുകയാണ്. ക്രിസ്മസ് ആഘോഷങ്ങളാണ്, ആ ആഘോഷങ്ങളെല്ലാം ആഘോഷിക്കുന്ന മലയാളിയാണ്. ഞങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കും, ഞങ്ങൾ റംസാൻ ആഘോഷിക്കും, ഞങ്ങൾ ഓണം ആഘോഷിക്കും. അതെല്ലാം ആഘോഷങ്ങളാണ്. ആ ആഘോഷങ്ങളെ തടസ്സപ്പെടുത്താനുള്ള വലിയ ശ്രമം ഇവിടെ നടക്കുന്നു. നോക്കൂ, ഇവർ മാതൃകയാക്കുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെയാണ്. അവർ ഒറീസയെ മാതൃകയാക്കാനുള്ള വലിയ ശ്രമം നടത്തുന്നു. ഇവിടെ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള വലിയ വേട്ടയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലേക്ക് മാറുകയാണ്. RSSൻ്റെ വിചാരധാരയിൽ അവർ കൃത്യമായി അതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്, ഞങ്ങളുടെ ആഭ്യന്തര ശത്രുക്കളിലൊന്ന് ക്രിസ്ത്യാനികളാണ് എന്നുള്ളതാണ്. നോക്കൂ, അതേ നയമല്ലേ അവർ സ്വീകരിക്കുന്നത്? RSSൻ്റെ രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആ രാഷ്ട്രീയം തന്നെയാണ് ഇവിടെ പ്രവർത്തിക്കുക. ആ രാഷ്ട്രീയം കണ്ടുകൊണ്ടാണ് ഈ കേരളത്തിലും ഇത് നടപ്പിലാക്കാം എന്നുള്ള തരത്തിലേക്ക് വരുന്നത്. നോക്കൂ, ഡൽഹിയിൽ ഇപ്പോൾ നമ്മുടെ ഈ ചർച്ച തുടങ്ങുന്നതിന് ഏതാനും മിനിറ്റുകളുടെ മുന്നാണ് ഡൽഹിയിലെ CBCI ആസ്ഥാനത്ത് ക്രൈസ്തവ നേതാക്കളോടൊപ്പം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുത്തുകൊണ്ട് പറയുന്നത്. അദ്ദേഹം പറയുന്നു, മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ഞാൻ ക്ഷണിച്ചിട്ടുണ്ട് എന്ന്. തീർച്ചയായും മാർപ്പാപ്പ ഇന്ത്യയിലേക്ക് വരേണ്ടത് തന്നെയാണ്. ആദ്യം വന്നാൽ കൊണ്ടുപോയി കാണിക്കേണ്ട ഒരു സ്ഥലം മണിപ്പൂരാണ്. ആ മണിപ്പൂര് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മാർപ്പാപ്പയോടൊപ്പം ഒന്ന് സഞ്ചരിക്കാൻ തയ്യാറാവണം എന്നുള്ളതാണ് DYFIക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇവിടെ ക്രൈസ്തവ സമൂഹമായിക്കോട്ടെ, ന്യൂനപക്ഷങ്ങളായിക്കോട്ടെ, അവർ ഭയപ്പാടോടുകൂടിയാണ് കഴിയുന്നത്. അവർക്ക് അവരുടെ ആരാധനാലയങ്ങളിൽ പോയി പ്രാർത്ഥിക്കാനുള്ള അവകാശം പോലും ഹനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ നിന്നെല്ലാം കേരളം വ്യത്യസ്തമാകുന്നു. കേരളം മതനിരപേക്ഷതയുടെ തുരത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പിറന്നു വീഴുന്ന ഏതൊരു മനുഷ്യനും അവർ വിശ്വസിക്കുന്ന മതത്തിൽ അവരുടെ ആരാധനാലയങ്ങളിൽ പോയി പ്രാർത്ഥിക്കാൻ ഒരാളുടെയും അനുവാദം വാങ്ങേണ്ടതില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടുള്ളത് ഈ കേരളത്തിലാണ്. ആ കേരളത്തിൽ പോലും ഇത്തരത്തിലുള്ള വർഗീയ വിഷവിത്തുക്കൾ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം നടത്തിയ കണക്കെടുപ്പ് പ്രകാരം ഈ വർഷം നമ്മുടെ കഴിഞ്ഞ വർഷമാണല്ലോ ഡൽഹിയിൽ 745 അക്രമ സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത്. ജാനുവരി മുതൽ നവംബർ വരെയുള്ള. അവർക്ക് തന്നെ, ഈ ക്രിസ്ത്യൻ മിഷനറിമാർക്ക് തന്നെ, ക്രൈസ്തവ നേതാക്കന്മാർക്ക് തന്നെ ഡൽഹിയിൽ സമരം നടത്തേണ്ടി വന്നു. ആ സമരം നടത്തേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, ഞങ്ങൾക്ക് സ്വൈരവിഹാരം നടത്താൻ വേണ്ടി കഴിയുന്നില്ല, ഞങ്ങളുടെ വിശ്വാസങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് ആരാധനാലയങ്ങളിൽ പോകുന്നതിന് സംഘപരിവാറുടെ ഭീഷണിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡൽഹി ആസ്ഥാനത്ത് അവർക്ക് സമരം നടത്തേണ്ടി വന്നത്. നിങ്ങൾ നോക്കൂ, കാന്തമാൽ നമ്മുടെ മുന്നിലുള്ള ഒരു അനുഭവമല്ലേ? ഏതെല്ലാം തരത്തിൽ ഇവിടെ സ്മൃതി കുറച്ച് മുമ്പ് സൂചിപ്പിച്ച് അവസാനിപ്പിച്ചു പോയ DYFI വളരെ മുന്നേ തന്നെ ഇടപെടണം എന്നുള്ളതാണ്. തീർച്ചയായും DYFI അനുദിനമായി വർഗീയതയ്ക്കെതിരായി സന്ധിയില്ലാത്ത സമര പോരാട്ടങ്ങൾക്കാണ് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഗ്രാംസ്റ്റൈൻ്റെ ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ പമ്പയുടെ മണൽപ്പരപ്പിലാണ് മാരാമൺ കൺവെൻഷൻ നടക്കുന്ന സമയത്ത് ആ മാരാമൺ കൺവെൻഷനിലേക്ക് എത്തുന്ന വിദേശ ക്രൈസ്തവ മിഷണറിമാരെ തടയുമെന്നും അങ്ങനെ ഞാൻ മാരാമൺ കൺവെൻഷനിൽ എത്തുന്ന അവരുടെ കാലുകൾ വെട്ടിമാറ്റുമെന്ന് പ്രഖ്യാപിച്ച ഹൈന്ദവ സംഘടനയ്ക്കെതിരായി
DYFI വളണ്ടിയർമാരെ അണിനിരത്തി അതിനെ ചെറുത്തു തോൽപ്പിച്ച ഒരു ചരിത്രം കൂടി കേരളത്തിനുണ്ട് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഈ വർഗീയ വിഷവത്തുക്കളുമായി വരുന്ന ആളുകളെ കേരള സമൂഹം തൂത്തെറിയുക തന്നെ ചെയ്യും. ശരി, മിഥുൻ, അവസാനമായി നോക്കൂ സ്മൃതി, ഇവിടെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു പോയി. ഇനി സമയവും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അദ്ദേഹം ഓണാഘോഷങ്ങൾ, ക്രിസ്മസ് ആഘോഷം, ഈദ് എല്ലാം ഞങ്ങൾ ആഘോഷിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ, 2016 ഓണാഘോഷ സമയത്ത് ഒരു സർക്കുലർ വന്നിരുന്നു. അതായത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാരും തന്നെ ഓഫീസ് ടൈമിൽ ഓണാഘോഷ പരിപാടികളിലൊന്നും പങ്കെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു സർക്കുലർ എന്തുകൊണ്ടാണ് ഈദിന്റെ സമയത്തോ അല്ലെങ്കിൽ സമയത്തോ വരാത്തത്? എന്തുകൊണ്ടാണ് വരാത്തത്? എന്തുകൊണ്ടാണ് ക്രിസ്മസിന്റെ സമയത്ത് വരുന്നില്ല? എന്തുകൊണ്ടാണ് ഈദിൽ എന്തുകൊണ്ടാണ് ഈദിന്റെ സമയത്ത് വരാത്തത്? എന്തുകൊണ്ടാണ് ക്രിസ്മസിന്റെ സമയത്ത് വരാത്തത്? വഷളാക്കരുത്, ഓണം ആഘോഷിക്കേണ്ട എന്നിവിടെ ഒരു സർക്കാരും തീരുമാനമെടുത്തില്ല. വളരെ മോശമായി പോയി മിഥുൻ ആ പ്രതികരണം. നമുക്ക് സമയമില്ല. വളരെ നന്ദി RJ ജയവരൊപ്പം തന്നെ മിഥുൻ വിജയകുമാർ ചർച്ചയിൽ പങ്കെടുത്തു. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.